ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ പറയാണ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ രേവതിക്ക് സ്കൂട്ടി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് സച്ചി. അപ്പോൾ ചന്ദ്രമതിയുടെ പേരിടുന്നുണ്ടോ രേവതിയുടെ മൊബൈൽ പൂക്കടയ്ക്ക് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു ഇല്ല, ഒരിക്കലും ഇല്ല. അമ്മയുടെ പേരിട്ടു, പാർലറാട്ടത്തിയുടെ പാർലർ വേറെ ആൾക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അമ്മയുടെ പേരിട്ടു രേവതിയുടെ പൂക്കടയ്ക്ക്. അത് കോർപ്പറേഷൻകാർ കൊണ്ടുപോയി. അതുകൊണ്ട് ഇനി രേവതിയുടെ പേര് മാത്രമേ ഇടണുള്ളൂ, അമ്മയുടെ പേര് ഇടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചന്ദ്രമതിനെ കളിയാക്കണു. എന്തൊക്കെയായാലും ചന്ദ്രമതിയും രവീന്ദ്രനും കൂടിയിട്ടാണ് വണ്ടിയുടെ താക്കോല് രേവതിക്ക് കൈമാറുന്നത്. രേവതി താക്കോലെടുത്ത് കണ്ണിൽ വെച്ചു. അങ്ങനെ ആ ഒരു നല്ല നിമിഷം കഴിഞ്ഞ് രേവതിയോട് സച്ചി വണ്ടി എടുക്കാൻ പറയണു. അപ്പോൾ രേവതിയോട് സച്ചിയേട്ടനും കൂടി കയറുക പറയണു. എന്നിട്ട് രേവതി വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്ത് സച്ചിനെയും കയറ്റിയിട്ട് വണ്ടി എടുത്തിട്ട് പോന്നു. ഈ സമയത്ത് ശ്രുതിയും കൂടിയിട്ട് റൂമിലേക്ക് പോയി. റൂമിൽ പോയിട്ട് ശ്രുതി പറയണു, ശ്രുതി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയണു. അപ്പോൾ എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ പറയണു, എൻ്റെ അനിയന്മാരെല്ലാം നല്ല നിലയ്ക്ക് ആവാൻ തുടങ്ങി. സച്ചി ഡ്രൈവറാണെങ്കിൽ കൂടി സച്ചി കാർ എടുത്തു, രേവതി അവന് കാർ എടുത്തു കൊടുത്തു, അവർ രേവതിക്ക് സ്കൂട്ടി എടുത്തു കൊടുത്തു. അവരൊക്കെ നന്നാവുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ ഇപ്പോൾ ഒരു കാർ എടുക്കാനുള്ള പരിപാടിയാണ്. ശ്രീകാന്തിൻ്റെ അച്ഛനും അമ്മയും അങ്കിളും ആൻറ്റിയും ശ്രീകാന്തിനെ ഒരു റെസ്റ്റോറൻറ്റ് ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അവർ സഹായിക്കുന്നു. ശ്രുതി, നിൻ്റെ അച്ഛൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണത്, എനിക്കറിയില്ല ശ്രുതി, അതിനെപ്പറ്റിയൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. എനിക്കിപ്പോൾ തോന്നുന്നു ശ്രുതി എൻ്റെ സ്വത്ത് മുതലും കണ്ടിട്ടാണ് എന്നെ കല്യാണം കഴിച്ചതെന്ന് തോന്നണമെന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, ഒരിക്കലല്ല ശ്രുതി, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. നിന്നെ കണ്ട് ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ എന്നെ സഹായിക്കാൻ ആരും ഇല്ലാതെ പോയി. അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. പക്ഷേ എന്നെ സഹായിക്കാൻ മാത്രം ആരുമില്ല. എല്ലാത്തിനും സപ്പോർട്ട് നിന്നിരുന്ന അമ്മ പോലും എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ശ്രുതി പറയണം, ഒരിക്കലും ഇപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് ശ്രുതിക്ക് തരാൻ എൻ്റെ കയ്യിൽ പൈസയില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. പിന്നെ ഇതിലൊരു മാർഗ്ഗം നമുക്ക് കണ്ടുപിടിക്കാം. ശ്രുതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ശ്രുതിയുടെ 50 ലക്ഷം രൂപ അടിച്ചു കൊണ്ട് പോയില്ലേ, എന്താ അവളുടെ പേര്, നീലിമ, അവളെ നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ആ പൈസ കിട്ടുമെന്ന് നോക്കാമെന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ സാധിക്കും ചോദിക്കുമ്പോൾ, നമുക്ക് ട്രാവൽ ഏജൻസി വഴിയാണല്ലോ അവർ പോയിട്ടുണ്ടാവും. അപ്പോൾ ട്രാവൽ ഏജൻസിയിൽ അവരുടെ വിവരങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്കത് അന്വേഷിക്കാമെന്ന് പറയാണ് ശ്രുതി. അങ്ങനെ ഒരു വഴിക്ക് നീങ്ങാമെന്ന് പറയാണ്. അങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നീലിമേനെ കണ്ടുപിടിക്കണം എന്നുള്ള ചർച്ചയിലേക്ക് അവരെത്തി. അവരുടെ 50 ലക്ഷം തിരിച്ചു മേടിക്കണം എന്നുള്ള ചർച്ചയിലേക്ക്. ഈ സമയത്ത് ലക്ഷ്മി, അതായത് രേവതിയുടെ അമ്മ, പുറത്തിറങ്ങി നിൽക്കണം. അപ്പോൾ എന്താ ലക്ഷ്മി നീ പുറത്തിറങ്ങി നിൽക്കണം നോക്കുമ്പോൾ, രേവതി എന്നോട് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു, എന്താണെന്നറിയില്ല എന്ന് പറയാണ് അയൽവക്കക്കാർ ചോദിക്കുമ്പോൾ. അപ്പോൾ രേവതിയുടെ അനിയനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലത്തെ ചേട്ടനും ചേച്ചിയും കൂടി പൂമാലയുടെ പൈസ കൊടുക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അവർ പറയണു, എന്തായാലും ശരി, സച്ചി രേവതിയോട് ഭയങ്കര സ്നേഹമുള്ളവനാണ്. സച്ചിക്ക് എന്തൊരു സ്നേഹമാണ് രേവതീനെ, ഇങ്ങനെ ഒരു മരുമോനെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണ് ലക്ഷ്മി എന്നൊക്കെ പറയാണ്. അതൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ ശരത്ത്, അതായത് രേവതിയുടെ ഇതെല്ലാം കേട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി പെട്ടെന്ന് സ്കൂട്ടിയും കൊണ്ട് വരണം. ഈ മോളെ ഇതെന്താ സ്കൂട്ടി കൊണ്ട് ചോദിക്കുമ്പോൾ, എൻ്റെ കട ഇപ്പോൾ ഇതാണ് അമ്മേ. അപ്പോൾ നിൻ്റെ കടയോ ചോദിക്കുകയാണ്. അപ്പോൾ പറയണത് കോർപ്പറേഷൻകാർ കൊണ്ടുപോയി, ആരോ പരാതി കൊടുത്തിട്ട് കോർപ്പറേഷൻകാർ കൊണ്ടുപോയി, അതിന് പകരം എനിക്ക് സച്ചിയേട്ടൻ വാങ്ങിത്തന്നതാണെന്ന് ഇതെന്നൊക്കെ പറയുമ്പോൾ, അത് നിൽക്കണവർ പറയണു, സച്ചി എന്തൊരു സ്നേഹവും കെയറിങ് വേണം രേവതിയോട് എന്നൊക്കെ പറയാണ്. സച്ചി അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കും, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയും, പക്ഷേ അവൻ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കും ചെയ്യും എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ശരത്ത് നിൽക്കണം. ശരത്ത് രേവതിയോട് പറയണ, അദ്ദേഹം ചെയ്തത് ഒരു നല്ല കാര്യമൊന്നുമല്ല, ചേച്ചി വെയിൽ കൊണ്ട് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേച്ചി നന്നായി സമ്പാദിച്ച് അദ്ദേഹത്തിന് മിണ്ടാതെ വീട്ടിലിരിക്കാമല്ലോ, അതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നൊക്കെ പറയാണ് ശരത്ത് രേവതിയുടെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, എൻ്റെ സച്ചേട്ടനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയണം. അതൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, എന്താ പറയുക, നിൻ്റെ ജീവിതം എന്താവും ഓർത്ത്, പക്ഷെ ഇപ്പം എനിക്ക് സമാധാനമുണ്ട്, സച്ചി എത്ര ചീത്ത പറഞ്ഞാലും സച്ചി നിനക്ക് സപ്പോർട്ടാന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നു. അങ്ങനെ രേവതി വീട്ടിൽ അമ്മയോട് സംസാരിക്കുന്നു, നീ വാ നമുക്ക് അകത്തേക്ക് കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് പോകണു. അതങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ അവർ സംസാരിക്കുന്നു. പിന്നത്തെ ഭാഗം വരുന്നത് ശ്രുതിയും കൂടി ട്രാവൽ ഏജൻസിയിലേക്ക് പോകുന്നു. ട്രാവൽ ഏജൻസിയിൽ പോകുമ്പോൾ ചോദിക്കുന്നു, സാർ നിങ്ങളെ, അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുന്നു, സാർ ഞങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ട, ടൂർ പാക്കേജ് ആണോ, വിസയാണോ, എന്താണ് നിങ്ങൾക്ക് വേണ്ട, ടിക്കറ്റാണോ, ഫ്ലൈറ്റ് ടിക്കറ്റാണോ, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ശ്രുതി ഇങ്ങനെ ടൂർ പാക്കേജിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. കാനഡയിലേക്കൊക്കെ പോകാനുള്ള ടൂർ പാക്കേജിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നു, ശ്രുതിയോട് എന്തിനാണ് ശ്രുതി ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ പറയണം, ഒറ്റയടിക്ക് നമ്മൾ നീലിമയെ പറ്റി
അന്വേഷിച്ചാൽ അവർക്ക് സംശയമില്ല. അപ്പോൾ ഇതിൽ നിന്നല്ലേ നമുക്ക് നീലിയെ പറ്റി അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. ഞങ്ങൾ വന്നത് വേറെ ഒന്നിനുമല്ല, ഞങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചപ്പോൾ ആ ടൂർ പാക്കേജൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി, അത് കേട്ടിരുന്നു എന്ന് മാത്രം. ഞങ്ങൾക്ക് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പോയൊരു വ്യക്തിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ. അപ്പോൾ അത് എന്നാന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് കാലമായി, കുറച്ച് കാലം എന്ന് വെച്ചാൽ 1 മാസം മുമ്പാണ്, 2 മാസം അല്ല അതിലും കൂടുതലായി എന്നൊക്കെ പറയാണ്. എന്നിട്ട് നീലിമയുടെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഈ വ്യക്തിനെ അറിയുമോ എന്ന് ചോദിച്ചിട്ട് നീലിമയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നീലിമയെ അന്വേഷിക്കാനുള്ള പ്രാരംഭ ഘട്ടത്തിലാണ് ശ്രുതിയും എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ടിട്ടുള്ള കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്